നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. വിമാനം പറന്നുയർന്നതിന് പിന്നാലെ ജനൽപ്പാളി തകർന്നു. യാത്രക്കാരൻ പകുതിയോളം പുറത്തേക്ക്, രക്ഷിച്ച് സഹയാത്രികർ. അയോധ്യ സംഭാവന തട്ടിപ്പ് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി ജൂലൈ 13 പരിഗണിക്കും. KSRTCയിൽ ശമ്പളവും പദ്ധതിയും മുടങ്ങി, ജീവനക്കാർ ആശങ്കയിൽ. VSന്റെ സ്മരണ പുതുക്കുക, ചരമവാർഷികം സമുചിതമായി ആചരിക്കാൻ CPIM. ബൈക്കിടിച്ച് സുഹൃത്തുക്കൾ മരിച്ച സംഭവത്തിൽ വഴിത്തിരിവ്, അപകടം, കാറിടിച്ച് ഡ്രൈവർ കസ്റ്റഡിയിൽ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തകർന്നു വീഴാറായ കെട്ടിടം അമൃത് ഭാരതി പദ്ധതിയിൽ മോടിയാക്കുന്നു. മുംബൈ പൂനെ പാതയിലെ മണ്ണിടിച്ചിൽ, 30 ട്രെയിനുകൾ റദ്ദാക്കി. നിയന്ത്രണം ജൂലൈ 17 വരെ. സൂര്യകാന്തിയും തണ്ണീർമത്തൻ കൃഷിയും വ്യാപിപ്പിക്കാൻ ടാഫ്കോസിന്റെ കർമ്മ പരിപാടി. ഗ്രീസിൽ നിന്നും ജർമ്മനിയിലേക്ക് പറക്കുകയായിരുന്ന റയനെയർ വിമാനത്തിന്റെ ജനൽപ്പാളി മധ്യാകാശത്ത് വെച്ച് തകർന്നു പോയതിനെ തുടർന്ന് ഒരു യാത്രക്കാരൻ പുറത്തേക്ക് തെറിച്ചു പോകുമായിരുന്ന അവസ്ഥയുണ്ടായിരുന്നു. പകുതിയോളം വിമാനത്തിന് പുറത്തേക്ക് പോയ ഇയാളെ സഹയാത്രികർ ചേർന്നാണ് ജീവൻ പണയപ്പെടുത്തി ഉള്ളിലേക്ക് വലിച്ചിട്ടത്. ഗ്രീസിലെ തെസ്സലോനിക്കയിൽ നിന്നും ജർമ്മനിയിലെ മെമികോവനിലേക്ക് പുറപ്പെട്ട വിമാനത്തിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. സെർബിയയിൽ നിന്നുമുള്ള വിനോദസഞ്ചാരിയായ 61-കാരനാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനം നോർത്ത് മാസിഡോണിയയ്ക്ക് മുകളിലൂടെ പറക്കുമ്പോഴാണ് സംഭവം. എഞ്ചിനിൽ നിന്നും അടർന്നുപോയ അവശിഷ്ടങ്ങൾ വന്നിടിച്ചാണ് വിമാനത്തിന്റെ ജനൽപ്പാളി തകർന്നതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിമാനം പറന്നുയർന്ന് ഭൂരിഭാഗം യാത്രക്കാരും ഉറക്കത്തിലേക്ക് വീണ സമയത്ത് ടയർ പൊട്ടിത്തെറിക്കുന്നത് പോലെയുള്ള വലിയൊരു ശബ്ദം കേട്ടാണ് ഉണർന്നത്. തൊട്ടു പിന്നാലെ വിമാനത്തിനുള്ളിലെ വായുമർദ്ദം അതിവേഗം കുറയുകയും ഓക്സിജൻ മാസ്കുകൾ താഴേക്ക് പതിക്കുകയും ചെയ്തു. കനത്ത പുകമണവും മുറിക്കുള്ളിൽ പടർന്നു. ഈ സമയത്ത് സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്ന യാത്രക്കാരന്റെ തലയും തോളും ജനലിലൂടെ പുറത്തേക്ക് തെറിച്ചതായി കണ്ടത്. ഇയാൾ സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നതിനാലും ഭാര്യ കാലുകളിൽ മുറുകെ പിടിച്ചതിനാലും പൂർണ്ണമായും പുറത്തേക്ക് പോയില്ല. ഉടൻ തന്നെ തൊട്ടടുത്ത സീറ്റുകളിൽ ഉണ്ടായിരുന്ന യാത്രക്കാർ ഓടിയെത്തി ഇയാളെ വിമാനത്തിനുള്ളിലേക്ക് വലിച്ചിടുകയായിരുന്നു. ജനലിൽ ഉരഞ്ഞ് കടുത്ത പൊള്ളലേറ്റ ഇയാളെ പിന്നീട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ ഇയാളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. സംഭവത്തെ തുടർന്ന് ബോയിങ് 737-800 വിമാനം തെസ്സലോനിക്കി വിമാനത്താവളത്തിൽ അടിയന്തരമായി തിരികെ ഇറക്കി. യാത്രക്കാരെല്ലാം സുരക്ഷിതമായി ടെർമിനലിലേക്ക് മാറ്റിയതായും മറ്റൊരു വിമാനം ഏർപ്പെടുത്തി ഇവരെ ജർമ്മനിയിലേക്ക് അയച്ചതായും റയനെയർ അധികൃതർ പ്രസ്താവനയിലൂടെ അറിയിച്ചു. സംഭവത്തിൽ വ്യോമയാന മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവനകളും വഴിപാടുകളും വകമാറ്റി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന ആരോപണത്തിൽ സുപ്രീം കോടതി ഇടപെടുന്നു. സംഭവത്തിൽ സ്വതന്ത്രവും സമയബന്ധിതവുമായ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഒരു കൂട്ടം പൊതുതാൽപര്യ ഹർജികൾ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് ജൂലൈ 13 തിങ്കളാഴ്ച പരിഗണിക്കും. വേനലവധിക്ക് ശേഷം സുപ്രീം കോടതി വീണ്ടും തുറക്കുന്ന ദിവസമാണ് ഹർജികൾ കേൾക്കുന്നത്. രാമക്ഷേത്രത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ വിദേശ ഫണ്ടുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ സാമ്പത്തിക വിവരങ്ങളും പരസ്യപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് രാഷ്ട്രീയ ജനതാദൾ MP സുധാകർ സിംഗ് നൽകിയ ഹർജിയും ഇതിനൊപ്പമുണ്ട്. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള CBI അന്വേഷണത്തിന് പുറമെ ട്രസ്റ്റിന്റെ പണമിടപാടുകൾ പ്രത്യേക ഫോറൻസിക് ഓഡിറ്റ് നടത്തണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെടുന്നു. ഡിജിറ്റൽ ഇടപാടുകളുടെ രേഖകൾ, UPI ലോഗുകൾ, CCTV ദൃശ്യങ്ങൾ എന്നിവ അടക്കമുള്ള തെളിവുകൾ നശിപ്പിക്കപ്പെടാതെ സൂക്ഷിക്കാൻ നിർദ്ദേശം നൽകണമെന്നും ഹർജിയിലുണ്ട്. ക്ഷേത്രത്തിലെ സംഭാവനകളിൽ വൻ ക്രമക്കേട് നടന്നതായി ട്രസ്റ്റ് തന്നെ പരാതിപ്പെട്ടതിനെ തുടർന്ന് ഉത്തർപ്രദേശ് സർക്കാർ 3-അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. SITയുടെ പ്രാഥമിക അന്വേഷണത്തിൽ ക്ഷേത്രത്തിലെ പണം എണ്ണുന്ന മുറിയിൽ വൻ സുരക്ഷാ വീഴ്ചകൾ കണ്ടെത്തുകയും ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, മറിച്ച് ആസൂത്രിതമായ കവർച്ചയാണെന്ന് വ്യക്തമാവുകയും ചെയ്തു. ഏപ്രിൽ 27-നും ജൂൺ 5-നും ഇടയിലുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ പണമെണ്ണുന്ന ജീവനക്കാർ തങ്ങളുടെ വസ്ത്രങ്ങളിലും ഷൂസുകളിലും പോക്കറ്റുകളിലും പണക്കെട്ടുകൾ ഒളിപ്പിച്ച് കടന്നുന്നതിന്റെ 70ഓളം ദൃശ്യങ്ങൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. നിലവിൽ ഈ കേസിൽ 8 പേരെ UP പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രാദേശിക പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്നും സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് കേസ് അന്വേഷിക്കണമെന്നുമാണ് ഹർജിക്കാരുടെ പ്രധാന ആവശ്യം.
UDF സർക്കാർ അധികാരത്തിലെത്തി 2 മാസം പിന്നിട്ടപ്പോഴേക്ക് KSRTC ജീവനക്കാർക്ക് ഇരുട്ടടി. താൽക്കാലിക ജീവനക്കാരുടെ 1 മാസത്തെ ശമ്പളം മുടങ്ങി. ജൂൺ മാസത്തെ ശമ്പളമാണ് ജൂലൈ 10-ാം തീയതി കഴിഞ്ഞിട്ടും ലഭിക്കാത്തത്. എല്ലാ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കുമുള്ള ഭത്തയും മുടങ്ങി. ജൂൺ 15 വരെയുള്ള ഭത്തയെ ഇതുവരെ നൽകിയിട്ടുള്ളൂ. താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ 1 മാസം ഏകദേശം 12 കോടി രൂപയാണ് വേണ്ടിവരുന്നത്. എന്നാൽ ഇതുവരെ 3 കോടിയോളം രൂപ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. KSRTCയിലും സ്വിഫ്റ്റിലുമായി 7000-ലേറെ താൽക്കാലിക ജീവനക്കാരുമുണ്ട്. സാധാരണഗതിയിൽ എല്ലാ മാസവും 15-ാം തീയതി വരെ ആദ്യഘട്ടവും അതിനുശേഷം 2-ാം ഘട്ടവുമായി ശമ്പളം വിതരണം അനുവദിക്കുകയാണ് ചെയ്യുന്നത്. ജീവനക്കാർ ആകെ ശമ്പളം നൽകാൻ 50 കോടിയാണ് വേണ്ടിവരുന്നത്. യാതൊരു മുന്നൊരുക്കവുമില്ലാതെ നടപ്പാക്കിയ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര വൻ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുമെന്ന് നേരത്തെ തന്നെ ജീവനക്കാർ ആശങ്ക അറിയിച്ചിരുന്നു. എന്നാൽ അതൊന്നും സർക്കാരോ ഗതാഗത മന്ത്രിയോ ചെവികൊണ്ടില്ല. വിഷയത്തിൽ സർക്കാർ ഇടപെടുന്നില്ല എന്നാണ് ജീവനക്കാരുടെ പരാതി. ഉമ്മൻചാണ്ടി സർക്കാർ താഴിടാനൊരുങ്ങിയ KSRTCയെ നിരവധി പ്രതിസന്ധികൾ അതിജീവിച്ചാണ് 2016-ൽ അധികാരത്തിലെത്തിയ LDF സർക്കാർ കരകയറ്റിയത്. തുടർന്ന് 10 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിൽ KSRTCയെ ഉയർത്തിക്കൊണ്ടുവരാനായി. ശമ്പളം 1-ാം തീയതിയും ചരിത്രത്തിൽ ആദ്യമായി 31-നും വിതരണം ചെയ്യുന്ന നിലയിലെത്തിയിരുന്നു. മത്സ്യ കർഷക ദിനാചരണം. ദേശീയ മത്സ്യ കർഷക ദിനത്തോടനുബന്ധിച്ച് ഫിഷറീസ് വകുപ്പ് സംഘടിപ്പിച്ച ജില്ലാതല പരിപാടി പയ്യന്നൂർ ഫിഷറീസ് കോളേജിൽ വി. കുഞ്ഞികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ വിവിധ മത്സ്യകൃഷി രീതികൾ ചെയ്തുവരുന്ന മത്സ്യകർഷകരെ ആദരിക്കുകയും വിവിധ സർക്കാർ പദ്ധതികളെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുകയും ചെയ്തു. പയ്യന്നൂർ നഗരസഭ വികസന സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ രാമകൃഷ്ണൻ M, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M. പ്രദീപൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. ഷീബ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ജുഗുനു R, പയ്യന്നൂർ ഫിഷറീസ് കോളേജ് ഓഫീസർ ഇൻചാർജ് ഡോക്ടർ ഡോണ P, ജില്ലാ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ താര JJ, ജില്ലാ കാഫ് സെക്രട്ടറി C. സുരേഷൻ, ലീഡ് ജില്ലാ മാനേജർ രഞ്ജിത്ത് KS എന്നിവർ സംസാരിച്ചു. മത്സ്യ കർഷകർ, മത്സ്യത്തൊഴിലാളി സംഘടനയുടെ പ്രതിനിധികൾ, പൊതുജനങ്ങൾ എന്നിവരും പങ്കെടുത്തു. ചാന്ദ്രദിന വിദ്യാർത്ഥി പരിശീലന ക്യാമ്പ് നാളെ കണ്ണൂർ സയൻസ് പാർക്കിൽ. ചാന്ദ്രദിനാചരണത്തിന്റെ ഭാഗമായി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഏകദിന പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നു. പരിശീലനം ലഭിച്ച വിദ്യാർത്ഥികൾ ജൂലൈ 21-ന് ചാന്ദ്രദിനത്തിൽ അവരുടെ വിദ്യാലയങ്ങളിൽ കുട്ടി അധ്യാപകരുമായി ക്ലാസ് എടുക്കും. വിദ്യാർത്ഥികൾ ഈ അവസരം ഒരുക്കി കൊടുക്കുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സയൻസ് പാർക്കും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, കണ്ണൂർ ജില്ലാ ശാസ്ത്രബോധ സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കുട്ടി അധ്യാപക പരിശീലനം നടക്കുന്നത്. നാളെ ജൂലൈ 11 ശനിയാഴ്ച രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ കണ്ണൂർ സയൻസ് പാർക്കിലാണ് പരിശീലനം. പരിശീലന പരിപാടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. VSന്റെ സ്മരണ പുതുക്കുക. ചരമവാർഷികം സമുചിതമായി ആചരിക്കാൻ CPM സ്ഥാപന നേതാവും നാടിനു വേണ്ടിയുള്ള നിരവധി പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ കമ്മ്യൂണിസ്റ്റുമായിരുന്ന VS അച്യുതാനന്ദന്റെ 1-ാം ചരമവാർഷികം 21-ന് സമുചിതമായി ആചരിക്കാൻ പാർട്ടി ഘടകങ്ങളോടും ബഹുജനങ്ങളോടും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു. പാർട്ടി ഓഫീസ് അലങ്കരിച്ചും പതാക ഉയർത്തിയും അനുസ്മരണ സമ്മേളനം ചേർന്ന് VSന്റെ സ്മരണ പുതുക്കണം. കയർ ഫാക്ടറി തൊഴിലാളിയായി VSലെ നേതാവിനെ കണ്ടെത്തുന്നത് P. കൃഷ്ണപിള്ളയാണ്. 1940-ൽ 17-ാമത്തെ വയസ്സിൽ പാർട്ടി അംഗമായി. CPM സ്ഥാപക നേതാക്കളിൽ ഒരാളായി. സ്വതന്ത്ര തിരുവിതാംകൂറിനെതിരെ നടന്ന പുന്നപ്ര വയലാർ പ്രക്ഷോഭത്തിലും ഭാഗമായി. പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗമായും മുഖ്യമന്ത്രിയായും പ്രവർത്തിച്ച VS അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ആവശ്യങ്ങൾക്കു വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ മുൻപന്തിയിലായിരുന്നു. സാമ്പത്തിക സമത്വത്തിനും സാമൂഹ്യനീതിക്കും വേണ്ടിയും പോരാടി. ത്യാഗനിർഭരമായ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തെറ്റായ നയങ്ങൾക്കെതിരെ അതിശക്തമായ ജനകീയ മുന്നേറ്റം ഉയർന്നു വരേണ്ട സാഹചര്യങ്ങളാണ് ഉള്ളത്. മതനിരപേക്ഷതയെ അട്ടിമറിക്കുന്നതിനെതിരെ മതസൗഹാർദ്ദത്തിന്റെ സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ട ഘട്ടമാണിത്. ജീവിതം തന്നെ നാടിനെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാക്കിയ VSന്റെ ഓർമ്മകൾ ഇത്തരം പോരാട്ടങ്ങൾക്ക് കരുത്തു പകരും സംസ്ഥാന സെക്രട്ടറി പ്രസ്താവനയിൽ പറഞ്ഞു.
ബൈക്കിടിച്ച് സുഹൃത്തുക്കൾ മരിച്ച സംഭവത്തിൽ വഴിത്തിരിവ്, അപകടം, കാറിടിച്ച് ഡ്രൈവർ കസ്റ്റഡിയിൽ. തിരുവല്ലം കഴക്കൂട്ടം കാരോട് ദേശീയപാതയിൽ സുഹൃത്തുക്കൾ സഞ്ചരിച്ച ബൈക്ക് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി IT ജീവനക്കാരനായ സുഹൃത്തുക്കൾ മരിച്ച സംഭവത്തിൽ വഴിത്തിരിവ്. കഴക്കൂട്ടം UST ഗ്ലോബൽ മില്ലിലെ ജീവനക്കാർ എറണാകുളം മുളവൂർ ഈസ്റ്റ് വഴപ്പിള്ളി നിരപ്പിൽ വലിയ വീട്ടിൽ പറമ്പിൽ നവീൻ സിബി 25, കഴക്കൂട്ടം കിൻഫ്രയിലെ ഇവൈ GBS ഇന്ത്യ ലിമിറ്റഡിലെ ജീവനക്കാർ, ഇടുക്കി തൊടുപുഴ കരിക്കുന്നം മുട്ടം മൃള അരിക്കുപുറത്ത് മൃദുല ആൻഡ് ഉമ്മൻ 25 എന്നിവർ സഞ്ചരിച്ച ബൈക്കിനെ കാർ ഇടിച്ചിട്ടതാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. അപകട സ്ഥലം സന്ദർശിച്ച പോലീസിന് തോന്നിയ സംശയമാണ് ഇരുവരുടെയും മരണത്തിന് പിന്നാലെ കാരണം കണ്ടെത്താൻ സഹായിച്ചത്. സംഭവത്തിൽ കാർ ഡ്രൈവർ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാൾ കുറ്റം സമ്മതിച്ചതായി പോലീസ് പറയുന്നു. CCTV ദൃശ്യങ്ങളിലും കാർ ഇടിച്ചാണ് അപകടമുണ്ടായതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മാറനല്ലൂർ സ്വദേശിയായ കാർ ഡ്രൈവർ വിഷ്ണുവിനെ വീട്ടിലെത്തിയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഭയന്നുകൊണ്ടാണ് നിർത്താതെ പോയതെന്നാണ് വിഷ്ണു നൽകിയ മൊഴി. കഴിഞ്ഞ ദിവസം തിരുവല്ലം ടോൾ പ്ലാസയ്ക്കു സമീപമാണ് ഉച്ചയ്ക്ക് 2:30ഓടെയായിരുന്നു അപകടം നടന്നത്. കോവളം ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഇവരുടെ ബൈക്ക് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറി അവിടെ സ്ഥാപിച്ചിരിക്കുന്ന വൈദ്യുത പോസ്റ്റിൽ ഇടിച്ചു മറിയുകയായിരുന്നുവെന്നാണ് ആദ്യം വന്ന റിപ്പോർട്ട്. അപകടത്തിൽ രണ്ടുപേരുടെയും തലയ്ക്കാണ് ഗുരുതര പരിക്കേറ്റത്. യുവതി സംഭവ സ്ഥലത്തു വെച്ച് തന്നെ മരിച്ചു. ജീവനുണ്ടായിരുന്ന യുവാവിനെ ദേശീയപാത അതോറിറ്റിയുടെ ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കെ വഴിമധ്യേ മരണപ്പെടുകയായിരുന്നു. നവീനിന്റെ അച്ഛൻ CB ജോസഫ്, മൃദുലയുടെ അച്ഛൻ ഉമ്മൻ വർഗീസ്, അമ്മ സജി ഉമ്മൻ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തകർന്നു വീഴാറായ കെട്ടിടം അമൃത് ഭാരത് പദ്ധതിയിൽ മോടിയാക്കുന്നു. അരനൂറ്റാണ്ടിലേറെ പഴക്കമുള്ള തകർന്നു വീഴാറായ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ കെട്ടിടം അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയുടെ ഭാഗമായി മോടിക്കൂട്ടുന്നു. ജീർണാവസ്ഥയിലുള്ള കെട്ടിടത്തിന്റെ സൗന്ദര്യവൽക്കരണം കടുത്ത സുരക്ഷാ ആശങ്കയാണ് ഉയർത്തുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വ്യാഴാഴ്ച ക്ലോക്ക് ടവർ തകർന്നു വീണതിന് സമാനമായ അപകട സാധ്യത കണ്ണൂരിൽ നിലനിൽക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കവാടവും അനുബന്ധ കെട്ടിടവുമാണ് റെയിൽ ലാൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി നവീകരിക്കുന്നത്. കെട്ടിടത്തിന്റെ മുഖച്ഛായ മാറ്റി വിമാനത്താവള മാതൃകയിലുള്ള വികസനമായിരുന്നു വാഗ്ദാനം. അനുബന്ധമായി വാണിജ്യ കെട്ടിടങ്ങളുടെയും കോട്ടയ സമുച്ചയങ്ങളുടെയും നിർമ്മാണവുമുണ്ട്. റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കെട്ടിടം ജീർണാവസ്ഥയിലെ ആണ്. സീലിംഗ് പലതവണ അടർന്നു വീണത്തെ തുടർന്ന് നിരന്തരം അറ്റകുറ്റപ്പണി നടത്തിയാണ് കെട്ടിടം നിലനിർത്തുന്നത്. കെട്ടിടത്തിന്റെ ഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കിയിട്ടില്ല. പുതിയ കെട്ടിടം പണിയാതെ പുറംഭാഗം മാത്രമാണ് നവീകരിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം പാലക്കാട് ഡിവിഷനിൽ കോഴിക്കോട് കഴിഞ്ഞാൽ കൂടുതൽ ടിക്കറ്റ് വരുമാനമുള്ള സ്റ്റേഷനാണിത്. എന്നാൽ ഇവിടുത്തെ വികസനം ഇന്നും കണ്ണിൽ പൊടിയിടലാണ്. സ്റ്റേഷനിൽ പിറ്റ് ലൈൻ നിർമ്മാണം, പ്രസ് ക്ലബ്, മുനീശ്വരൻ കോവിൽ ഭാഗത്തുള്ള മേൽനടപ്പാലം, പ്ലാറ്റ്ഫോം നമ്പർ 1-നും 2-നും ഇടയിൽ 12 അടി വീതിയുള്ള മേൽപ്പാലം, ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ ജീവനക്കാരില്ലെന്ന കാരണത്താൽ മതിയായ കൗണ്ടറുകൾ പ്രവർത്തിക്കുന്നില്ല. ഇത്തരം പരാധീനതകൾക്കിടയിലാണ് തട്ടിക്കൂട്ട് നവീകരണം. സൂര്യകാന്തിയും തണ്ണിമത്തൻ കൃഷിയും വ്യാപിപ്പിക്കാൻ ടോപ്പ് ക്വസ്റ്റിന്റെ കർമ്മ പരിപാടി. ടൂറിസം സാധ്യത കൂടി പരിഗണിച്ച് സൂര്യകാന്തി കൃഷിയും തണ്ണീർമത്തൻ കൃഷിയും വ്യാപിപ്പിക്കാൻ വിപുലമായ ശ്രമങ്ങൾ സംഘടിപ്പിക്കാൻ ടെക്നീഷ്യൻസ് ആൻഡ് ഫാർമേഴ്സ് കോർഡിനേഷൻ സൊസൈറ്റി ടാപ്കോസ് രംഗത്തിറങ്ങും. കണ്ണപുരം ഇടക്കേപ്പുറം നവോദയ വായനശാലയിൽ നടന്ന കർഷക സദസ്സിലെ ചർച്ചകളിലാണ് ഈ തീരുമാനം. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സൂര്യകാന്തി കൃഷി ചെയ്ത കർഷകർ അനുഭവങ്ങൾ പങ്കുവച്ചു. സൂര്യകാന്തി വിത്തിന് വേണ്ടി മാത്രം കൃഷി എന്നത് ലാഭകരമല്ലെന്ന് കർഷക സദസ്സിൽ പങ്കെടുത്ത കാർഷിക വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. എന്നാൽ ടൂറിസം സാധ്യതയും കൂടെ പച്ചക്കറി, തണ്ണിമത്തൻ എന്നിവർ കൂടി പരിഗണിച്ചിട്ടുള്ള കൃഷി വിജയകരമാകുന്നു. ഗ്രാമപഞ്ചായത്തുകൾക്ക് ഇത്തരം പദ്ധതികൾ തയ്യാറാക്കാൻ ടെക്നീഷ്യൻസ് ആൻഡ് ഫാമേഴ്സ് ഓഡിഷേഷൻ സഹായങ്ങൾ നൽകാനും കർഷക സദസ്സിൽ ധാരണയായി. കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV രാധാകൃഷ്ണൻ കർഷക സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ടാപ്കോസ് പ്രസിഡന്റ് EK സോമശേഖരൻ അധ്യക്ഷത വഹിച്ചു. വയനാട് മുൻ കളക്ടർ V സതീശൻ മുഖ്യാതിഥിയായി. നവോദയ വായനശാല സെക്രട്ടറി രാജൻ മാസ്റ്റർ സ്വാഗതവും പറഞ്ഞു. കണ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ അയ്യോത്ത് സൂര്യകാന്തി കൃഷി ചെയ്ത പ്രകാശൻ കീറ, പ്രകാശൻ അയ്യോത്ത്, കുറ്റിയാട്ടൂരിലെ സൂര്യകാന്തി കർഷകൻ വാസുദേവൻ, മടക്കര UP സ്കൂൾ പ്രധാന അധ്യാപകൻ സുരേഷ് ബാബു എന്നിവർ സൂര്യകാന്തി കൃഷി അനുഭവങ്ങൾ പങ്കുവച്ചു. സൂര്യകാന്തിയും തണ്ണിമത്തൻ കൃഷിയും വ്യാപിപ്പിക്കാൻ ടോപ്പ് ക്വസ്റ്റിന്റെ കർമ്മ പരിപാടി. ടൂറിസം സാധ്യത കൂടി പരിഗണിച്ച് സൂര്യകാന്തി കൃഷിയും തണ്ണീർമത്തൻ കൃഷിയും വ്യാപിപ്പിക്കാൻ വിപുലമായ ശ്രമങ്ങൾ സംഘടിപ്പിക്കാൻ ടെക്നീഷ്യൻസ് ആൻഡ് ഫാർമേഴ്സ് കോർഡിനേഷൻ സൊസൈറ്റി ടാപ്കോസ് രംഗത്തിറങ്ങും. കണ്ണപുരം ഇടക്കേപ്പുറം നവോദയ വായനശാലയിൽ നടന്ന
കർഷക സദസ്സിലെ ചർച്ചകളിലാണ് ഈ തീരുമാനം. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സൂര്യകാന്തി കൃഷി ചെയ്ത കർഷകർ അനുഭവങ്ങൾ പങ്കുവച്ചു. സൂര്യകാന്തി വിത്തിന് വേണ്ടി മാത്രം കൃഷി എന്നത് ലാഭകരമല്ലെന്ന് കർഷക സദസ്സിൽ പങ്കെടുത്ത കാർഷിക വിദഗ്ധർ അഭിപ്രായപ്പെട്ടു. എന്നാൽ ടൂറിസം സാധ്യതയും കൂടെ പച്ചക്കറി, തണ്ണിമത്തൻ എന്നിവർ കൂടി പരിഗണിച്ചിട്ടുള്ള കൃഷി വിജയകരമാകുന്നു. ഗ്രാമപഞ്ചായത്തുകൾക്ക് ഇത്തരം പദ്ധതികൾ തയ്യാറാക്കാൻ ടെക്നീഷ്യൻസ് ആൻഡ് ഫാമേഴ്സ് ഓഡിറ്റേഷൻ സഹായങ്ങൾ നൽകാനും കർഷക സദസ്സിൽ ധാരണയായി. കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ വി രാധാകൃഷ്ണൻ കർഷക സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ടാഫ്കോസ് പ്രസിഡന്റ് ഇ കെ സോമശേഖരൻ അധ്യക്ഷത വഹിച്ചു. വയനാട് മുൻ കളക്ടർ വി സതീശൻ മുഖ്യാതിഥിയായി. നവോദന വായനശാല സെക്രട്ടറി രാജൻ മാസ്റ്റർ സ്വാഗതവും പറഞ്ഞു. കണ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ അയ്യോത്ത് സൂര്യകാന്തി കൃഷി ചെയ്ത പ്രകാശൻ കീറ, പ്രകാശൻ അയ്യോത്ത്, കുറ്റിയാട്ടൂരിലെ സൂര്യകാന്തി കർഷകൻ വാസുദേവൻ, മടക്കര യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ സുരേഷ് ബാബു എന്നിവർ സൂര്യകാന്തി കൃഷി അനുഭവങ്ങൾ പങ്കുവച്ചു. വിജയോത്സവം കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ SSLC+2 വിവിധ സ്കോളർഷിപ്പ് ഉന്നത വിജയിക്കുള്ള അനുമോദനം സംഘടിപ്പിച്ചു. വി കെ സനോജ് MLA ഉദ്ഘാടനം ചെയ്തു. കൂടാളി പഞ്ചായത്ത് പ്രസിഡന്റ് ഇ സജീവൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ KT റീന ഭാസ്കർ സ്വാഗതം പറഞ്ഞു. ഹെഡ് മാസ്റ്റർ റഫീഖ് അലി ആമുഖ പ്രഭാഷണം നടത്തി. മനോജ് മാനേജർ പ്രതിനിധി ജയദേവൻ നമ്പ്യാർ അനുഗ്രഹ ഭാഷണം നടത്തി. പഞ്ചായത്ത് മെമ്പർ സുനന്ദ, മദർ PTA പ്രസിഡന്റ് PK ഫാത്തിമ, ഹെഡ് മാസ്റ്റർ KK പ്രദീപ് കുമാർ, സീനിയർ അസിസ്റ്റന്റ് C മനീഷ്, മുൻ ഹെഡ് മാസ്റ്റർ KV മനോജ്, ജോയിന്റ് സ്റ്റാഫ് സെക്രട്ടറി G ജ്യോതി, സ്റ്റാഫ് സെക്രട്ടറി രഞ്ജി തുടങ്ങിയവർ സംസാരിച്ചു. KSSPU കൂടാളി യൂണിറ്റ് കൺവെൻഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് B ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KM വിജയൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന അംഗങ്ങളായ കൃഷ്ണൻ നമ്പൂതിരി, MK ലക്ഷ്മി എന്നിവരെ ബ്ലോക്ക് സെക്രട്ടറി RV ദാമോദരൻ മാസ്റ്റർ ആദരിച്ചു. SSLC+2 ഉന്നത വിജയികളെ ബ്ലോക്ക് ട്രഷറർ VT ഹരിദാസ് മാസ്റ്റർ അനുമോദിച്ചു. യൂണിറ്റ് രക്ഷാധികാരി P നാരായണൻ നവാഗതരെ സ്വീകരിച്ചു. യൂണിറ്റ് രക്ഷാധികാരി KC ദാമോദരൻ നായർ, ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ MV കുഞ്ഞിരാമൻ, P ബാലകൃഷ്ണൻ, വനിതാവേദി പ്രസിഡന്റ് TV മേരിക്കുട്ടി എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. സെക്രട്ടറി C അശോകൻ സ്വാഗതവും വനിതാവേദി കൺവീനർ NK ചാന്ദിനി ടീച്ചർ നന്ദിയും പറഞ്ഞു. പേവിഷബാധ ബോധവൽക്കരണ സെമിനാർ പട്ടാനൂർ KPCC ഹയർ സെക്കൻഡറി സ്കൂളിൽ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും മിഷൻ റാബിസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി പേവിഷബാധയ്ക്കെതിരെയുള്ള ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ഹെഡ് മിസ്ട്രസ് CP ലീന ഉദ്ഘാടനം ചെയ്ത സെമിനാറിൽ മിഷൻ റാബീസ് എഡ്യൂക്കേഷൻ ഓഫീസർ ബിജു ആന്റണി ക്ലാസ് എടുത്തു. സ്റ്റാഫ് സെക്രട്ടറി CK പ്രീത, ദിലീപ് കുയിലൂർ, KK റീന എന്നിവർ സംസാരിച്ചു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ.